തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ ചാലക്കുടിക്കും മാളയ്ക്കും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് അമ്പഴക്കാട്. ക്രിസ്തീയ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന സ്ഥലമാണിത്. കേരളത്തിലെ ഒരു ആദ്യകാല അച്ചടി കേന്ദ്രം ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് 17-ാം നൂറ്റാണ്ടിലെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ അച്ചടി കേന്ദ്രമായിരുന്നു എന്ന് ഫ്രാൻസിസ് ഡെ ലാൻഡ് ഓഫ് പെരുമാൾസ് എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. പ്രാചീന ജൂത കോളനികളിൽ ഒന്നായിരുന്നു അമ്പഴക്കാട്. ചേരചക്രവർത്തിമാരുടെ കാലത്തെ ജൂത കുടിയിരിപ്പുകളിലൊന്നായിരുന്നു ഇത്. പടിഞ്ഞാറേക്ക് കുറച്ചു ദൂരം അകലെയാണ് കൃഷ്ണൻകോട്ട, കൊടുങ്ങല്ലൂർ എന്നിവ. ഇവിടങ്ങളിലൂടെ അവർ കച്ചവടം നടത്തി വന്നിരുന്നു. ജൂതന്മാർ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ സംഭാവനകൾ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിന് മാറ്റം വന്നത് ക്രിസ്തുവർഷം 1550-ൽ യേശുയി പാതിരിമാർ, അതായത് ജസ്യൂട്ട് പാതിരിമാർ പോർച്ചുഗീസുകാരോടൊപ്പം ഇവിടേക്ക് വന്നതോടെയാണ്. അവർ തോമാസ് ലീഹയുടെ പേരിൽ അമ്പഴക്കാട്ട് സെമിനാരി സ്ഥാപിച്ചു. മതപ്രവർത്തനങ്ങളും പട്ടത്തിനു വേണ്ടിയുള്ള പരിശീലനങ്ങളും ഒക്കെ നടത്തി വന്നിരുന്നു. അവർ അടുത്തുള്ള പ്രദേശത്ത് വിശുദ്ധ പോളിൻ്റെ നാമത്തിൽ ഒരു പള്ളിയും ആശ്രമവും പണി കഴിപ്പിച്ചു. ഈ പ്രദേശം സെൻറ്റ് പോൾ ഊർ എന്നും പിന്നീട് സമ്പാളൂർ എന്നും അറിയപ്പെട്ടു. അർണോസ് പാതിരി, ആൻഡി ഫ്രയർ തുടങ്ങിയവർ ഇവിടെ താമസിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. കൊല്ലം 9-ാം ശതകത്തിൽ സ്ഥാപിച്ചതാണ് അമ്പഴക്കാട്ടെ മുദ്രാലയമെങ്കിലും അതിനെപ്പറ്റി പ്രസ്താവിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അമ്പഴക്കാട് അതൊരു കുഗ്രാമമാണെങ്കിലും അത് പണ്ട് വളരെ പ്രശസ്തമായൊരു സ്ഥലമായിരുന്നു. ലന്തക്കാർ പറങ്കികളെ ഓടിച്ചപ്പോൾ അവർ സാമൂതിരി രാജാവിൻ്റെ കൈവശത്തിലിരുന്ന ആ സ്ഥലത്തെ അഭയം പ്രാപിച്ചു. 1679-ൽ മലയാളത്തുകാരനായ ഇഞ്ഞാസി ഐച്ചാമണിയും മുമ്പ് ഗോൺസാൽവസ് ചെയ്തതുപോലെ മരത്തിൽ തമിഴക്ഷരങ്ങൾ കൊത്തിയുണ്ടാക്കി. അതാണ് കേരളത്തിലെ തൃതീയ മുദ്രാലയം. അവിടെ ഫാദർ അന്തോണി പ്രിൻസ രചിച്ച തമിഴ് നിഘണ്ടുവും ഫാദർ ഡെ കോസ്റ്റ രചിച്ച തമിഴ് വ്യാകരണവും ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. തമിഴ് ഭാഷയിൽ കത്തോലിക്കർക്ക് വേണ്ടി വന്ന അച്ചടിയെല്ലാം അക്കാലത്ത് അവിടെയാണ് നിർവഹിച്ചിരുന്നത്. റോബർട്ട് ഡെ നൊബിലിയുടെ ദൈവശാസ്ത്രം എന്ന പുസ്തകം മുദ്രണം ചെയ്തതും അവിടെ തന്നെയാണ്. അഷ്ടമിച്ചിറയിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെ കാടുകുറ്റി പഞ്ചായത്തിലെ അമ്പഴക്കാടിൽ സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ ദേവാലയമാണ് അമ്പഴക്കാട് സെൻറ്റ് തോമസ് ഫൊറോന പള്ളി. സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ഭാഗമാണ് ഈ പള്ളി. വിശുദ്ധ തോമസിൻ്റെ നാമധേയത്തിലാണ് പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. തൃശ്ശൂർ അതിരൂപതയിലെ ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലാണ് അമ്പഴക്കാട് ഫൊറോന പള്ളി. ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം. പള്ളിയുടെ രേഖകൾ പ്രകാരം ഈ പള്ളി AD 300-ൽ സ്ഥാപിതമായതാണെന്ന് കാണപ്പെടുന്നു. പോർച്ചുഗീസുകാരുടെ ശക്തി ക്ഷയിക്കുകയും 1663-ൽ ഡച്ചുകാർ കൊച്ചി കീഴടക്കുകയും ചെയ്തപ്പോൾ ഈശോ സഭക്കാർ വൈപ്പിൻകോട്ടയിലെ സെമിനാരി സെൻറ്റ് പോളിൻ്റെ നാമധേയത്തിൽ അമ്പഴക്കാട്ടേക്ക് മാറ്റി സ്ഥാപിച്ചു. പിൽക്കാലത്ത് ഈ സെമിനാരി ഇരുന്ന സ്ഥലം സമ്പാളൂർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇവിടെയാണ് ഹംഗറിക്കാരനായ ജോൺ ഏണസ്റ്റ് ഹാങ്ങിൽഡൻ, അതായത് അർണോസ് പാതിരി, വൈദികപട്ടം സ്വീകരിച്ചതും അദ്ദേഹത്തിൻ്റെ കൃതികൾ എഴുതിയതും. സെമിനാരിയോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന അച്ചുകൂടത്തിൽ മലയാളത്തിലെയും തമിഴിലെയും ആദ്യകാല കൃതികൾ അച്ചടിച്ചിരുന്നു. 1789-90 കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ സെമിനാരിയും പ്രസ്സും തകർക്കപ്പെട്ടു. പള്ളിയുടെ 3 ദിക്കുകളിൽ 16-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായതെന്ന് കരുതുന്ന 3 കരിങ്കൽ കുരിശുകളുണ്ട്. പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക് എന്നീ വശങ്ങളിലാണ് അതുള്ളത്. ചാലക്കുടി ഫൊറോന പള്ളിയുടെ ഭാഗമായിരുന്ന ഏതാനും പള്ളികളെ ഉൾപ്പെടുത്തിയാണ് 1944-ൽ അമ്പഴക്കാട് പള്ളിയെ ഫൊറോന പള്ളിയായി ഉയർത്തിയത്. സെൻറ്റ് ആൻ്റണീസ് ബാലഭവൻ പുളിയിലക്കുന്ന്, സെൻറ്റ് ആൻ്റണീസ് ചാപ്പൽ പുളിയിലക്കുന്ന് എന്നിവ ഈ പള്ളിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. AD 300-ലാണ് കുരിശുപള്ളി തുടങ്ങിയത്. പ്രഥമ ദേവാലയത്തിൻ്റെ വെഞ്ചിരിപ്പ് AD 300-ലായിരുന്നു. 3 കരിങ്കൽ കുരിശുകൾ AD 1600-ൽ സ്ഥാപിച്ചു. ടിപ്പു സുൽത്താൻ സിമിത്തേരിയും പ്രസ്സും തകർത്തത് 1789-90 കാലങ്ങളിലാണ്. 1990-ൽ പള്ളി പുതുക്കിപ്പണിതു. 1944-ൽ ഫൊറോന പള്ളിയായി ഉയർത്തി.
1971 മാർച്ച് 13 പുതിയ പള്ളി വെഞ്ചരിക്കുകയും ചെയ്തു.